അനുഭവിച്ചറിയുന്നത്. ആ രീതിയിൽ ആ കമ്പനത്തെ അനുഭവിച്ചറിയുന്ന ഒരു പ്രോസസ്സായിരിക്കും. അത് ഞാൻ ഉറപ്പ് നൽകാം. ഇപ്പം നമ്മൾ സാധന ഇനിയുള്ളൊരു 10-30 ദിവസം സാധന കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്ന സാധനയായിരിക്കും, അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അതേപോലെ ശിവരാത്രി സമയം എന്തായാലും, ശിവരാത്രി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയം എന്തായാലും 7 മണിയാണ്. 7 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു 5 മണി വരെ ആയിരിക്കും നമ്മൾ നടത്തുന്നത്. 2 മണി തൊട്ട് 4 മണി വരെയുള്ള സമയത്ത് നമ്മൾ ആ തീവ്രതയിൽ. പിന്നെ ശിവരാത്രി എല്ലാ ദിവസവും ശിവരാത്രി ഉണ്ട്. പക്ഷെ വർഷത്തിൽ വരുന്ന ഈ ശിവരാത്രിക്കുള്ളൊരു പ്രാധാന്യം, നമുക്ക് ആധ്യാത്മതയെക്കുറിച്ച് എന്ത് കേട്ടാലും ഉള്ളിൽ അതിനെക്കുറിച്ച് വ്യക്തത നമുക്ക് തെളിഞ്ഞില്ലെങ്കിൽ നമ്മൾ തേടലിൽ മാത്രമാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഉയർന്ന അനുഭവം സംഭവിക്കുമ്പോഴേ നമുക്കതിൽ സ്ഥിരത ലഭിക്കുന്നുള്ളൂ. സ്പിരിച്വാലിറ്റിയിൽ നമുക്കൊരു സ്പിരിച്വൽ ലൈഫ് കിട്ടുന്നുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഇപ്പം ചിന്തിപ്പിക്കുന്നത് പോലും നിങ്ങളുടെ വ്യക്തിബോധമാണ്. നിങ്ങളുടെ വ്യക്തിബോധം അഹന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. അതിൻ്റെ ഉൽപ്പത്തിയുടെ കാരണം നമ്മുടെ അഹന്തയാണ്, ഈഗോയാണ്. എന്നാൽ ഇതൊന്ന് പൊട്ടി പോകുമ്പം, ഉള്ളിലെ സ്വതന്ത്രതയിൽ ഒരു നിമിഷം അലിയുമ്പം നിങ്ങൾക്ക് വലിയൊരു തിരിച്ചറിവുണ്ടാവും. ഇതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്. നോർമൽ അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ചിന്താ പ്രക്രിയയും നമ്മുടെ ബോധത്തിൽ നിൽക്കുന്ന ചിന്താ പ്രക്രിയയും ഇതിൽ അനുഭവിക്കുന്ന ഇമോഷന്റെ സ്ഥിതികളും വളരെ വ്യത്യാസമാണ്. നിങ്ങളുടെ സ്ഥിരതയായിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ സ്ഥിരതയിൽ, സ്റ്റിൽനെസ്സിൻ്റെ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതം എത്തേണ്ട ഒരു വശമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിന് എത്തിപ്പെടേണ്ട ഒരു വശമുണ്ട്. അപ്പം ആ യാത്രയുടെ ഏറ്റവും ടോപ്പുണ്ട്. നിങ്ങളിപ്പം ഇവിടെ നിന്ന്, ഇപ്പം തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ ജമ്മു കാശ്മീരാന്ന് വെച്ചോ. അവിടെ നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ ഒരൊറ്റയടിക്ക് നിങ്ങൾ പോവുകയാണ്, ഒരു വേഗത്തിൽ നിങ്ങൾ അവിടെ പോകണം. ആ പോകുന്ന യാത്ര മൊത്തം അറിഞ്ഞു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഈ സ്ഥിതിയാണ് ഞാൻ കൈവരിക്കേണ്ടത് എൻ്റെ ജീവൻ. അത് അനുഭവിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന എൻലൈറ്റ്മെന്റ് എന്താന്നുള്ളത്, അല്ലെ ജീവന്റെ പരമാനന്ദം എന്താന്നുള്ളത് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ശിവരാത്രി. ഇതാണ് ശിവരാത്രിക്ക് ഓഫർ ചെയ്യുന്നത്. ഇതാ ദിവസം, ബാക്കിയുള്ള 365 ദിവസം സാധിക്കാത്തൊരു കാര്യം അന്നത്തെ ദിനം സാധ്യമാക്കിയെടുക്കാൻ പറ്റും. അതിന് ഈ ശിവരാത്രി ഉപകരിക്കുക. പോരെ, ഇത്രയും പറഞ്ഞാൽ പോരെ? അങ്ങ് ഇനിയും പറയണോ? അപ്പം നിങ്ങള് പങ്കുചേരുക ശിവരാത്രിയില്. നമസ്കാരം.